പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ ഒരു ദുരിത ജീവിതം. പെരിയങ്ങാനം കുറുഞ്ചേരിയിലെ പൊടിക്കളം വീട്ടിലെ സുമതിയാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ വീട്ടിൽ 2 മക്കളോടൊപ്പം വിധിയെ പഴിച്ചുകൊണ്ട് നാളുകൾ നീക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്തതിന്റെ പേരിൽ പ്ലാസ്റ്റിക് കൂരയിൽ കഴിയുകയാണ് പെരിയങ്ങാനം കുറുഞ്ചേരിയിലെ സുമതിയും 2 മക്കളും. പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ വീട്ടിലെ അടുപ്പ് പുകയണമെങ്കിൽ ഈ വീട്ടമ്മ അന്യവീടുകളിലെ അടുക്കളയിൽ തീയും പുകയും കൊള്ളണം. 9 വർഷം മുൻപാണ് ഭർത്താവ് ബാബു മരിച്ചുപോയത്. അന്നു മുതൽ ഇവരുടെ ജീവിതം ഇരുട്ടിലാണ്. ഇന്നിവർക്ക് കൂട്ട് 16 വയസ്സുള്ള മകനും 13 വയസ്സുള്ള മകളുമാണ്. ശക്തമായ ഒരു കാറ്റു വീശിയാൽ മേൽക്കുര നിശേഷം പാറിപ്പോയേക്കാം. അതേസമയം വീടിനു ചാഞ്ഞ കൂറ്റൻ മരമാണ് ഇപ്പോഴത്തെ ഇവരുടെ ഭീതി. ഏതു നിമിഷവും മരം കടപുഴകി വീണേക്കാം. അതോടെ നിലംപതിക്കുന്നത് ഇവരുടെ താൽക്കാലിക ഷെഡാണ്. മലയോര മേഖലയായതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളുടെ ഭീതി വേറെയും. കാട്ടുപന്നിയും പാമ്പും സ്ഥലത്തെ സ്ഥിരം സന്ദർശകരാണ്. രാത്രിയായാൽ സുമതിയും മക്കളും ഭീതിയോടെയാണ് നേരം വെളുപ്പിക്കുന്നത്. പിന്നെ സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് എനിക്ക് വീട് കിട്ടാത്തത്, അർഹതപ്പെട്ട വീട് കിട്ടാത്തത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 9 വർഷമായി. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആദ്യം ചെറുതായിട്ട് സഹായിക്കലുണ്ടായിന്. ഇപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരും പിന്നെ എൻ്റെ വീട്ടിൽ സാമ്പത്തികമൊന്നുമില്ല, ഭർത്താവിൻ്റെ വീട്ടിലും അങ്ങനെ വലിയ സാമ്പത്തികമൊന്നുമില്ല. എന്നാലും പിന്നെ ഞാനിങ്ങനെ എക്സ്ചേഞ്ചിൽ സൂപ്പർ പണിയെടുക്കുന്നത്, ചെറിയ ശമ്പളമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുസ്ലിം വീടുകളിലെല്ലാം പോയിട്ട് ആടെയും സഹായിച്ച് ഞാൻ ചെറിയ സഹായമാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, വലിയ സഹായമാണ് ചെയ്യുന്നത്. അതെല്ലാം കൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തമായി വീടൊരുക്കാൻ പഞ്ചായത്ത് തയ്യാറായെങ്കിലും സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വീടും നഷ്ടമായി. ഈ വീട്ടമ്മയുടെ ദുരിതം ഇന്ന് നാട്ടുകാർക്കും വേദനയാണ്.